പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു നാടൻ ഒഴിച്ചുകറിയാണ്. കുമ്പളങ്ങയും കാച്ചിലും വെച്ചുള്ള ഒരു ഒഴിച്ചുകറിയാണ് ഇന്നിവിടെ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കുമ്പളങ്ങ കഷ്ണം എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം കാച്ചിലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ തൊലി ഒന്ന് ചെത്തിയെടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിടാം. അതുപോലെ തന്നെ ഇനി കാച്ചിലിൻ്റെ തൊലിയും കൂടെ ചെത്തി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കാച്ചിലും അതുപോലെ തന്നെ കട്ട് ചെയ്തിടുകയാണ്. ഇനി ഇത് ഒരല്പം ഉപ്പിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഞാൻ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. കാരണം ഇത് കാച്ചിൽ അല്ലാതെ വെച്ചാൽ ഇതങ്ങ് ചുമന്ന് വരും, അതുകൊണ്ട് വെള്ളത്തിലിട്ട് വെക്കുവാണ്. കഴുകി വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ കുക്കറിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 3-4 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു എരിവ് കുറഞ്ഞ പച്ചമുളകാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വേവിക്കാം. ഞാൻ കുറച്ച് തേങ്ങ തിരുമ്മിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് 2 ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് ഞാനൊരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടിത് അരച്ചെടുക്കണം. ഇവിടെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ചരുവത്തിലേക്ക് മാറ്റി കൊടുക്കാം. അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അരപ്പൊന്ന് ചെറുതായി ചൂടായി വരുന്ന സമയത്ത്, ഇതൊന്ന് പതഞ്ഞ് പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് മുമ്പായിട്ട് നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന തൈരും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കറി ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇങ്ങനെ പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിന് നമുക്ക് വറവിടാം. വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് കടുകും അതുപോലെ തന്നെ ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഉലുവ ഇടുന്നത് നമ്മൾ തൈര് ഒഴിച്ചത് കൊണ്ടാണ്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, ഉണക്കമുളക്, കറിവേപ്പില ഇതും കൂടെ ഇട്ട് കൊടുക്കാം. കടുകും മുളകെല്ലാം മൂത്തിട്ടുണ്ട്. ഇനി ഇത് കറിയിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ നാടൻ കുമ്പളങ്ങ കാച്ചിൽ ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. നല്ലൊരു നാടൻ കറിയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.